ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം ശക്തമാക്കാനും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈക്കലാക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതോടെ പേർഷ്യൻ ഗൾഫ് പ്രദേശം ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സമാധാന ചർച്ചകൾക്കിടയിലും ഈ ജലപാത തങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വെറും ഒരു ജലപാതയല്ല, മറിച്ച് 2 വൻ ശക്തികളുടെ ഈഗോയും രാഷ്ട്രീയ താല്പര്യങ്ങളും ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാനായി അമേരിക്ക നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര വിപണിയെയും ആഗോള ഊർജ്ജ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇറാന്റെ ഇറക്കുമതിയും കയറ്റുമതിയും പൂർണ്ണമായും നിശ്ചലമാക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. വാഷിംഗ്ടണുമായി നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന സൂചന നൽകാനാണ് ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നു കൊടുക്കുന്നുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പ്രഖ്യാപനത്തെ ഒരു ചതിയായിട്ടാണ് അമേരിക്കൻ ഭരണകൂടം കാണുന്നത്. നാവിക ഉപരോധം ശക്തമാക്കുന്നതോടെ ഇറാനിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങളുടെയും മരുന്നുകളുടെയും വരവ് പോലും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഇറാനിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. ഉപരോധം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന ട്രംപിന്റെ തന്ത്രം ഇറാന്റെ ഭരണകൂടത്തെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനാണോ അതോ അവരെ പൂർണ്ണമായും തകർക്കാനാണോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കൻ നാവികസേന നേരിട്ട് ഏറ്റെടുക്കുന്നത് മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾക്കും ഈ നിയന്ത്രണം ബാധകമായാൽ അത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാൻ ഈ നീക്കത്തെ നിസ്സാരമായി കാണുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് വിശേഷിപ്പിച്ച ഇറാൻ അമേരിക്കൻ കപ്പലുകളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ വിപ്ലവ ഗാർഡുകൾ സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കടലിടുക്കിൽ മൈലുകൾ വിതറാനും ചെറിയ വേഗതയിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ ആക്രമിക്കാനുമുള്ള ശേഷി ഇറാനിനുണ്ട്. ആഗോള സാമ്പത്തിക ക്രമം ഈ തർക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഷിപ്പിംഗ് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നത് കപ്പൽ കമ്പനികൾക്ക് വലിയ ബാധ്യതയാകുന്നുണ്ട്. ഹോർമുസ് വഴി കപ്പലുകൾ ഓടിക്കുന്നത് സുരക്ഷിതമല്ലെന്ന തോന്നലുണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള സപ്ലൈ ചെയിനെ തകർക്കും. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഈ പാതയെയാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയാണോ അതോ പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒന്നാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി അനിവാര്യമാക്കുമെന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം നിലനിർത്തിക്കൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ തുടരാനാവില്ലെന്ന നിലപാടിലാണ് ഇറാൻ. കടലിടുക്ക് അടച്ചിടണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം ഇറാന്റെ അനധികൃത ആയുധക്കടത്ത് തടയുക എന്നതാണ്. എന്നാൽ കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അനുസരിച്ച് അത് പൂർണ്ണമായും അടച്ചിടുക എന്നത് പ്രായോഗികമായി വലിയ വെല്ലുവിളിയാണ്. ചൈനയും റഷ്യയും അമേരിക്കയുടെ ഈ നീക്കത്തെ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളായ ഇവർക്ക് ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് മേഖലയിലെ സംഘർഷത്തെ ഒരു വൻ ശക്തി പോരാട്ടമാക്കി മാറ്റാൻ ഇടയാക്കും. ഈ നിഴൽ യുദ്ധത്തിനിടയിൽ സാധാരണക്കാരായ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയും വലിയൊരു ചോദ്യചിഹ്നമാണ്. കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം ആക്രമണങ്ങളെ തടയുമോ അതോ കൂടുതൽ പ്രകോപനങ്ങൾക്ക് കാരണമാകുമോ എന്നത് കണ്ടറിയണം. ട്രംപിന്റെ ഈ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന നിരീക്ഷണവുമുണ്ട്. വിദേശ നയത്തിൽ താൻ കർക്കശക്കാരനാണെന്ന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ തെളിയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ കളി പലപ്പോഴും കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയൊരു ചേരിതിരിവുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഒമാൻ പോലുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തെയും അനുരഞ്ജനത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഒരു ഭാഗം ഒമാന്റെ അതിർത്തിയിലായതിനാൽ അവരുടെ നിലപാടും നിർണായകമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് വലിയ പങ്കുണ്ട്.
ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. എന്നാൽ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം വർഷങ്ങളായി ഇത്തരം ഉപരോധങ്ങളെ അതിജീവിച്ചവരാണ്. പുതിയ നാവിക ഉപരോധം അവരെ എത്രത്തോളം തളർത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കടലിടുക്കിലെ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടം അനുഭവപ്പെടുന്നുണ്ട്. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും പണപ്പെരുപ്പത്തെ ബാധിക്കും. വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാർക്ക് ഈ യുദ്ധം ഇന്ധനവില വർധനവായും ഭക്ഷ്യവില വർധനവായും അനുഭവപ്പെടും. ഇതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ക്രൂരത. അമേരിക്കയുടെ ഈ നീക്കം സമാധാന ചർച്ചകളെ പൂർണ്ണമായും തകർക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ ഉപരോധം ശക്തമാക്കുന്ന അമേരിക്കൻ നിലപാട് ചർച്ചകളുടെ അന്തകനായി മാറും. ഒരടി പോലും മുന്നോട്ട് പോകാനാവാത്ത വിധം നയതന്ത്രം നിശ്ചലമായിരിക്കുകയാണ്. തങ്ങളുടെ കടൽ തീരങ്ങൾ സംരക്ഷിക്കാനായി ഇറാൻ പുതിയ മിസൈൽ സംവിധാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഭീഷണിയാകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഗൗരവകരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ വൻ ശക്തികളുടെ വീറ്റോ അധികാരങ്ങൾ പലപ്പോഴും ഇത്തരം സമാധാന ശ്രമങ്ങളെ നിർവീര്യമാക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനേ സഹായിക്കുകയുള്ളൂ. ഈ നാവിക ഉപരോധം ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിക്കുമോ അതോ അവരെ കൂടുതൽ ആക്രമണകാരികളാക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി ഈ നീക്കത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് അമേരിക്കയ്ക്കുള്ളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കും. ഹോർമുസ് കടലെടുക്ക് എന്നത് കേവലം ഒരു ജലപാതയല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക സ്പന്ദനമാണ്. അവിടെ ഉയരുന്ന ഓരോ ഓളവും ലോകത്തിന്റെ ഓരോ കോണിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധത്തെക്കാൾ സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നേടിയെടുക്കാനുള്ള വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ ഈ പുകമറ നീങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കണം. എന്നാൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല.